ഞാനേ ഇന്നൊരു ഫാദറിൻ്റെ ഒരു സാൽമൺ ഫിഷിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി, ആ സാൽമൺ ഫിഷ് അതിൻ്റെ പ്രൊഡക്ഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അത് നമ്മൾ ഓരോരുത്തർക്കും ഒരു മോട്ടിവേഷൻ പോലെ കേട്ടോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ആ ഫാദർ അത് യൂട്യൂബിലാണ് ഇൻസ്റ്റാഗ്രാമിൽ അതിലോ ഇട്ടിട്ടുണ്ട്. ഞാനത് കണ്ട്. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലേ പ്രകൃതിയുടെ ഒരു ശരിക്കും ഒരു ഇതാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പം ശരിക്കും പ്രകൃതിയായിട്ട് നല്ലോണം കളിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഓരോ സസ്യങ്ങളെക്കുറിച്ചും എല്ലാമൊന്നും നമുക്ക് അറിയത്തില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് ഓരോ സസ്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ആ അറിഞ്ഞ അറിവുകൾ ഇന്ന് എനിക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം അത് എനിക്ക് പ്രകൃതി തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലേ? ഓരോ ഇതിനും അതൊരു സമയമാകുമ്പോൾ നമ്മളിലോട്ട് എത്തും എന്ന് പറയത്തില്ലേ, പ്രപഞ്ചം നമ്മളിലോട്ട് എത്തിക്കും എന്ന് പറയില്ലേ. അപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ച് പ്രകൃതിയാണ് കേട്ടോ എനിക്ക് ഒരു അനുഗ്രഹമായിട്ടോ എൻ്റെ കയ്യിലോട്ട് എനിക്ക് തന്നത്. ഒരു വഴി എനിക്ക് കാണിച്ചു തന്നു. ഇനി നീ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുവിധം ഞാൻ അതിൽ ഇങ്ങനെ പതിയെ പിടിച്ച് സാൽമൺ ഫിഷ് ഫൈറ്റ് ചെയ്ത് മുന്നേറുന്നത് പോലെ. കാരണം നമുക്ക് കുറേ ആദ്യം നമ്മളെ സൗഹൃദങ്ങളാണ് നമ്മളെ സംരക്ഷിച്ചത്. അത് കഴിഞ്ഞ് ആ സൗഹൃദങ്ങൾ മറ്റുള്ളവരിലോട്ട് പറഞ്ഞ് നമ്മളെ സംരക്ഷിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കേട്ട് നമ്മൾ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് അങ്ങനെ നമ്മളെ ഇങ്ങനെ സംരക്ഷിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനിട്ടാ. അപ്പോൾ ഓരോ മനുഷ്യരും സാൽമൺ ഫിഷാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയായിട്ടാണെങ്കിലും അല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടാണ്, അല്ലേ? പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫൈറ്റാണ് ജീവിതം, അതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് സാൽമൺ ഫിഷ് എന്ന് പറഞ്ഞ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും ചിന്തിക്കുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കെ.